വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ 70 നേതാക്കളെ ഇസ്രായേൽ ജനതകളിൽ നിന്നും തിരഞ്ഞെടുത്തു. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. അവർക്ക് മതിയാവോളം മാംസഭക്ഷണം ലഭിച്ചു. അവർ കാനാൻ ദേശം അടുത്തെത്താറായപ്പോൾ കർത്താവ് മോശയോട് ഓരോ ഗോത്രത്തിൽ നിന്നും അവരുടെ തലവന്മാരെ മാത്രം അവിടേക്ക് അയച്ച് നിരീക്ഷിക്കാൻ കൽപ്പിച്ചു. അവർ 40 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തെക്കുറിച്ചുള്ള വളരെ നല്ല വിവരണങ്ങൾ നൽകി. എന്നാൽ ജോഷുവയും കാലേബും ഒഴികെയുള്ള 10 പേർ കാനാൻ ദേശം അപകടം പിടിച്ചതാണെന്നും അവിടേക്ക് പോകുന്നത് നല്ലതല്ലെന്നുമുള്ള കുപ്രചാരണം നടത്തി. അതിൽ ഭയന്ന ജനങ്ങൾ രാത്രി മുഴുവൻ നിലവിളിച്ച് തിരിച്ച് ഈജിപ്തിലേക്ക് പോകാൻ അപേക്ഷിച്ചു. എന്നാൽ മോശയും അഹ്റോനും ജനങ്ങളുടെ മുമ്പിൽ കമിഴ്ന്നു വീണു. ജോഷുവയും കാലേബും വിവരിച്ചതുപോലെ കാനാൻ ദേശം അതിവിശിഷ്ടമാണെന്ന് അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. കർത്താവ് സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയുമരുത്. അവർ നമുക്കിരയാണ്. ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോടുകൂടെയാണ്. അവരെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ജോഷുവയെയും കാലേബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റസ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇസ്രായേലിന് പ്രത്യക്ഷമായി. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.